പിന്നെ ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയാം, പക്ഷെ പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഈ പാവപ്പെട്ട പറമ്പിലൊക്കെ ജീവിക്കുന്ന പാമ്പുകളെല്ലാം കൂടെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ സർവേ ചെയ്യുന്നതിന്റെ ഒരു പഠനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. ഇത് പാവം അവിടെ കിടന്ന് പരസ്പര പൂരങ്ങളായിട്ട് തിന്നു മരിക്കും, അവർക്ക് ഫുഡ് കിട്ടണ്ടേ. പിന്നെ ഒരു ദോഷം കൂടെ ഉണ്ടെന്നാണെന്നറിയാം, ഈ നാട്ടിൽ കിടന്ന പാമ്പുകളെല്ലാം കൂടെ കൊണ്ട് കാട്ടിൽ വിടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ശബരിമല കടകളിൽ ഇപ്പൊ ഞാൻ പഞ്ചാരമണ്ണ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഉള്ളിലേക്ക് പഞ്ചാരമണ്ണ് 2 പഞ്ചാരമുണ്ട്, ലാപ്പള്ളിക്കടുത്ത് അല്ല ഉള്ളിലേക്ക് ഗവിയിലേക്ക് പോയ പഞ്ചാരം. അപ്പൊ ഞങ്ങൾ ആറാട്ടായിട്ട് പാവനെ കൊണ്ട് തുറന്നിടാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ചൂളക്കാക്കാന്ന് പറഞ്ഞ ചെറിയ ബേഡ്സ്, ഈ താഴെത്തട്ടിൽ മുട്ടയെടുത്ത് വിരിയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയപ്പോൾ ഹമ്മിങ് ബേഡ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിന് ബുൾബുളുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് നമ്മൾ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അവിടെ പാവനെ പിടിച്ച് ചെന്നപ്പോൾ ഈ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇവരെല്ലാം താഴെയല്ലേ മുട്ടയിടുന്ന. അപ്പൊ ഇവന്മാര് ഈ കൂട്ടി കയറി കുഞ്ഞിനെയും തള്ളയും കൂടെ ഒരു ഭക്ഷിക്കുന്നു. അപ്പൊ ഇവർക്ക് എന്ത് സാധനം എവിടെ കൂടിയാലും ഒന്നിന് മറ്റുള്ളതിന് അപകടമായി മാറും. അത് യാതൊരു സംശയം, സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പിടിച്ച് അവിടെ കൊണ്ടപ്പോ അവിടെ ഇല്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, ഇനി കുറെ കാലം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹമ്മിങ് ബേഡ്സ് മറ്റു വനത്തിന്റെ പച്ചിലകളെ നശിപ്പിക്കുന്ന ജീവികളെ തിന്നുന്ന പക്ഷികളൊക്കെ ഇല്ലാതാകും, അവര് വർദ്ധിക്കും. അപ്പൊ നമുക്ക് പച്ചിലകൾ നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കാടിന്റെ വന്യത കുറയും. അത് നമുക്ക് എന്തായാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ 2 പാവനെ എടുത്ത് വിട്ടാൽ 2 പാവന, അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ വിട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളെ പഠനം. എന്നിട്ട് ഞാന് അന്ന് താറാട്ട് കാണുമ്പോൾ ഓരോരുത്തരും അങ്ങനെ വേറെ ആരും ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. ഇന്ന് പലരും പാമ്പിനെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടുന്ന നമ്മൾ ആളില്ലാതെ ഏതെങ്കിലും കുറ്റിച്ചെടിയെ മൂട്ടിക്കൊണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. ആ പാമ്പിനെ തന്നെ കുപ്പി ചാക്കോടി വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. എന്തിനാണെന്ന് അറിയാമോ, ഞാൻ ഇത്രണ്ണം പിടിച്ചു എന്ന് കാണിക്കുന്നു. ഞങ്ങൾക്ക് 100 കണക്കിന് തെളിവുകൾ ഞാൻ തരാം. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഞാനിപ്പോ പിടിക്കുന്ന എന്റെ ഡയറി പരിശോധിച്ച് ഞാൻ എവിടെ പോയാലും അവരുടെ വീട്ടിൽ നിന്ന് അഡ്രസ് എഴുതി വാങ്ങും, എഴുതി വാങ്ങും, ഫോൺ നമ്പർ എഴുതി വാങ്ങി, എല്ലാം എഴുതി വാങ്ങിയിട്ട് പാമ്പിന്റെ ഐറ്റം എഴുതി വാങ്ങിച്ച് ഏതാണ് പാമ്പ് എന്ന ഇനവും കൂടെ എഴുതി വാങ്ങും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ വന്യ നഷ്ടം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പാമ്പിനെ ഇങ്ങനെ തലയിൽ പിടിക്കുമ്പോ പാമ്പ് മരിച്ചു പോകുന്നതാണ് അവർ പറയുന്നത്. ഞാനിപ്പോ 2006 2-3 രാജവും പോലെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്, ആദ്യത്തെ കാലഘട്ടം 2-3 രാജം. പിന്നെ അത് ഞാൻ മനസ്സിങ്ങനെ ചുമ്മാ കളിച്ച് കാണിക്കാനും ചെയ്തിട്ടുണ്ട്. അതാണ് അവര് മറ്റേ ആ ചാനൽ വേണ്ടി പറഞ്ഞൊരു ഇത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഇരുള സൊസൈറ്റിക്ക് മാത്രമേ പാമ്പിന്റെ വെനം എടുക്കാൻ പെർമിഷൻ ഉള്ളൂ. അപ്പൊ അവര് സൊസൈറ്റിക്കാര് കാട്ടിന്റെ ഇവിടെ കൊണ്ടുവച്ച് കുപ്പി വെച്ചിട്ട് പാമ്പിനെ വിളിക്കുമ്പോ പാമ്പ് ഒന്ന് വെനവില് തുപ്പിയിട്ട് കടിച്ചു വെച്ചിട്ട് പോകും, തലയിൽ കുത്തി പിടിച്ച് കടിപ്പിച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അവരൊക്കെ പൊട്ടന്മാരാണ്. ആ പാമ്പുകളൊക്കെ ചത്തു വീണ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സയന്റിസ്റ്റുമാർ റിസർച്ച് സെന്ററിൽ സ്നേക് വെനം റിസർച്ച് ചെയ്യുന്ന പാമ്പുകളിലൊക്കെ പാമ്പടിയിൽ നിന്ന് മരുന്നൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ വെനം വിൽക്കുന്ന തലയിൽ പിടിച്ചിട്ടാണ്. തലയിൽ പിടിച്ച് ആ പാമ്പ് മരിച്ചു പോകുന്നുണ്ട്. അവരതിനെ അവിടെ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത്. എത്ര കാലം അത് ജീവിക്കും. അപ്പൊ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇത് എനിക്ക് നേരെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന കുറെ സംവിധാനങ്ങളാണ്. ഞാൻ 2006 പിടിക്കുന്നത്. 2017 ഒരു ചെറുപ്പക്കാരൻ ഒരു രാജവമ്പല പിടിക്കുന്നു. ഭയങ്കര പാനലിൽ ഉണ്ടായിരുന്ന ഇങ്ങനെ അറ്റത്തിരുന്ന ഒരാള് ഭയങ്കര കഥ ഇത് എനിക്ക് തലയിൽ പിടിച്ച കാര്യമാണ് പറഞ്ഞ് എന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കും. എന്റെ ഞാൻ പാമ്പിനെ കഴുത്തിട്ടിരിക്കുന്ന രാജവമ്പല 2006 പിടിച്ചൊരു ഫോട്ടോ കാണിച്ചിരുന്നു. ഇങ്ങനെ പിടിക്കാൻ പാടില്ല, അങ്ങനെ പിടിക്കാൻ പാടില്ലെന്ന് ക്ലാസ് എടുക്കും. സർക്കാർ സംവിധാനത്തിലാണെന്ന് കൂടി ഓർമ്മയാണ്. ഒരാളിനെ ഞാനാണ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ഓർമ്മ. അത് കഴിഞ്ഞു അദ്ദേഹം തന്നെ ഒരു പാമ്പ് 2017 ഇങ്ങനെ തലയിൽ പിടിച്ചു വെച്ചു. അതിന്റെ പാമ്പിന്റെ വയറിങ്ങനെ വീർത്തിരിക്കുന്നു, പെരുമ്പാമ്പാണ്. അതിന്റെ മറുവശം വാല് വേറെ ആളിന്റെ കൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നു. പുള്ളി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസുകൾ എൻ്റെ. എന്നിട്ട് ആ പാമ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ആളിനെ കൊണ്ട് അടുത്ത ഫോട്ടോ ഈ പാമ്പിനെ തന്നെ തലയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു, അടുത്ത് ഞേരിക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ. വലിയ ആ പാമ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആളിനെ കൊണ്ട് ഈ തലയിൽ പിടിച്ചു അയാൾ മുണ്ടെടുത്തുകൊണ്ട് കുത്തിയിരിക്കുന്ന ഫോട്ടോസ് എൻ്റെ ഉണ്ട്. പിന്നെ ഇവര് സേഫ്റ്റി എന്ന് പറയുന്നൊരു സാധനം, ഒരു 1000 ഫോട്ടോ എൻ്റെ ഉണ്ട്. ചെരുപ്പിട്ടുണ്ട് പാമ്പിനെ പിടിക്കുന്ന ഫോട്ടോ ഓരോരുത്തർ. ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ല. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ പാമ്പിനെ പിടിച്ചില്ല. അന്നല്ല അവര് ഗംബൂട്ടൊക്കെ ഇട്ടിട്ടാ പിടിച്ചത്. എത്ര പേർക്ക് പാമ്പ് കടിയിൽ കാലിൽ കടിയിട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റും പാമ്പ് എടുത്തക്കാർക്ക്? ആർക്കില്ല. ഇതെല്ലാം ചുമ്മാ ചില ആൾക്കാര് 1-2 വ്യക്തികൾക്ക് നല്ല ഭീമമായ സംഖ്യ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന്റെ അങ്ങനെ എന്തോ അല്ല, അങ്ങനെയാണ് ഇത് പൊക്കോണ്ട്. അങ്ങനെ എന്തോ നല്ല എന്റെ പൂർണ്ണമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറെ ആൾക്കാർ അടിമകളാക്കി. ആളുകൾ വെറുത്തു. നിങ്ങൾക്കറിയാമോ, ഈ ആപ്പ് എന്ന് പറഞ്ഞ സാധനത്ത് ആൾക്കാർ വെറുത്തു. കണ്ണൂർ ജില്ല, എറണാകുളം ജില്ലയിൽ 40ഓളം പേര് 38ഓളം പേര് മാറി ഇതിന്ന്. തൃശ്ശൂർ ജില്ലയിലും മാറി, കണ്ണൂർ ജില്ലയിലും മാറി. ഇവരുടെ പീഡനം, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. എന്നിട്ട് എന്താ ചെയ്യാൻ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആപ്പിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഇതിൽ നിൽക്കുന്ന ചില ഓഫീസർമാരല്ല, അല്ലാത്തവർ ആ വീട്ടിൽ വിളിച്ചിട്ട് ഇന്നാളൊന്ന് പാമ്പ് പിടിച്ചു, പൈസ വാങ്ങി. പൈസ തന്നെ വാങ്ങാതെ ഇവരുണ്ട് കൊടുക്കോ?
ആ പാവപ്പെട്ടവൻ പോണവൻ കൂലിപ്പണിക്കാരനായിരിക്കും. അവനൊരു പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു വീട്ടിന്റെ മാളത്തിനകത്ത് പാമ്പ് കയറി അവൻ വെട്ടിക്കിളച്ച് 2-3 മണിക്കൂർ എടുക്കും. അവന് തിരിച്ചു വന്നാൽ അവന് ജോലിക്ക് പോകാൻ പറ്റില്ല. അവന് ഭാര്യയും മക്കളും ഉണ്ടാവും. അവർക്ക് എന്താണ് സൈക്കിൾ പമ്പെടുത്ത് വെച്ച് കാറ്റടിച്ചു കൊടുക്കോ? അപ്പൊ അവന് പൈസ വാങ്ങണ്ടേ? അതൊക്കെയാണ് കുറ്റമായിട്ട് കണ്ടുപിടിച്ചു നടക്കണേ. ഇല്ലെങ്കിൽ എവര് കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ എവര് കൊടുക്കണം. ഒരു പാമ്പിന് ഇത്ര രൂപ പോയി പിടിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്ന എത്ര പാവപ്പെട്ട എല്ലാ രീതിയിലും പാമ്പ് പിടിക്കാൻ പോകുന്ന 2-3 പേരുണ്ട് ഇപ്പൊ ഫ്രീ ആയിട്ട് ചെയ്യുന്ന നടക്കണം. അവരൊക്കെ 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളത്തിന് എന്താ പറയുക കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന സമയത്താണ് പോണത്. അത് വലിയ വാർത്തയാക്കുന്നു. ഇവിടെ പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ 24 മണിക്കൂറും പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചോദ്യം ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയെന്നത് ഈ പാവപ്പെട്ട ഒരു 90% പേർക്കും പാമ്പുകളുടെ ഇംഗ്ലീഷ് പേര് കോബ്ര, ക്രൈറ്റ് ഇങ്ങനെ അറിയാന്നുള്ളല്ല. അതിന്റെ ഒന്നും പറഞ്ഞോട്ടെ. എങ്ങനെ ഇത് കേരളത്തിലെ ആപ്പാണെങ്കിൽ മലയാളത്തിലല്ലേ ചെയ്യേണ്ടത്? സർക്കാർ എങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ. എങ്കിൽ കേരളത്തിലുള്ള പാമ്പുകളുടെ മാത്രമല്ല ഇതിൽ വരേണ്ട ഡാറ്റാസ്. എന്നാലും ഇന്ത്യയിലെ മൊത്തം പാമ്പുകളുടെ ഡാറ്റാസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തിനാ കൊടുത്തേക്കുന്നത്? അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കും പ്രൈവറ്റ് പാർട്ടിയുടെ സാധനമാണെന്നുള്ളത്. ഇത് നമ്മൾ PhD എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് മാറി ഒന്നുകിൽ ഇത് വനം വകുപ്പ് ഏറ്റെടുത്ത് ഇത് അവരുടെ അണ്ടറിൽ വന്നാൽ ഇത് നന്നാവും. വനം വകുപ്പ് ഒന്ന് ഏറ്റെടുത്ത് അവരുടെ കീഴിൽ നടത്തണം. ഒരിക്കലും വെളിയിലൊരാളിന് എന്റെ ചുമതല കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനും വെളിയിൽ പോകും. ഇപ്പൊ ഇത് ഇവർക്ക് വനം വകുപ്പ് തന്നെ ഈ പിടിക്കുന്ന പാമ്പുകൾ ഇപ്പൊ പിടിക്കുന്ന പാമ്പിന്റെ ഡേറ്റ് കളക്ട് ചെയ്ത് ഇവർക്ക് തന്നെ എന്തെല്ലാം പർപ്പസ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ബുക്കുകളൊക്കെ തയ്യാറാക്കാം. ഇത് നമുക്ക് വിൽക്കാൻ പറ്റും. പാമ്പുകളുടെ രീതിയിൽ കേരളത്തിലെ പാമ്പുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും പറഞ്ഞുണ്ടോ? ഒന്ന് പറയൂ നിങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ കണ്ടുകൂടാതെ ഒരു കാര്യം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരുത്തന്റെ അപ്പനെ വിളിക്കുന്നില്ല, അമ്മയെ വിളിക്കുന്നില്ല, ഒരു അനാവശ്യം ഞാൻ പറയുന്നില്ല. എന്നെ ആരോടെ വിളിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷം ഇല്ലേ? അവിടെ പ്രതിപക്ഷം ഇല്ല. അപ്പൊ എന്തെങ്കിലും മോശം വന്നാൽ അവർ പ്രതികരിക്കുന്നുണ്ടല്ലോ. അവർ നേരെയാവുന്നത് സംസ്ഥാനം ഭരിക്കുന്നു, പ്രതിപക്ഷം ഇല്ലേ? അപ്പൊ അവര് പറയുന്നുണ്ടല്ലോ അവർ ചില കേസുകൾ ചെയ്യാൻ വരുമ്പോഴത്തേ അത് നേരെയാക്കുന്നത്. അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ കൊള്ളാന്ന് പറയുമ്പോൾ അതല്ലേ. അപ്പൊ ഇത് നമ്മളെപ്പോലുള്ള ഒരാൾ പ്രതിപക്ഷത്തുണ്ടെങ്കിലേ അത് നേരെ പോവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നേരെ ആവുമ്പോൾ ഇത് തോന്നിയ പടി ഇത് 2-3 ചിന്തയിൽ പ്രവർത്തിച്ച് അതിനെ ഇല്ലാതാക്കും. ഇത് നാശത്തിലേക്ക് പോകും. ഇനിയും ഉത്തരകൾ കേരളത്തിൽ ഉണ്ടാവും. അതിന് യാതൊരു സംശയം. ഉത്തരയല്ല, ഉത്തരയെ പോലെ സഹോദരന്മാരെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അച്ഛനെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന, അതിലൊക്കെ തമ്മിലുള്ള വഴക്കുണ്ടാവുന്നത് എവിടെയെങ്കിലും പിടിച്ചിട്ട് നൈസിൽ കൊണ്ട് വിട്ടുകൊടുക്കുന്നുണ്ടാവും. ഒരുപാടുണ്ടാവും. ഇപ്പോഴില്ലെന്നാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പല സ്ഥലത്തും പാമ്പില്ലാത്ത സ്ഥലങ്ങളിൽ പാമ്പിനെ കാണുന്നു. എവിടെ നിന്ന് വരുന്നു? എന്റെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരിക്കലും ഒരു മൂർഖനെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മൂർഖൻ പാമ്പുകൾ ധാരാളം കാണും. എവിടെ നിന്ന് വരുന്നു? ഒരു പഠനമുണ്ട് അവിടെ. ഇതൊക്കെ ചോദിക്കുന്നതാണ് തെറ്റ്. എനിക്ക് ജനങ്ങൾ വലുതാണ്, എന്റെ പാമ്പ് എനിക്ക് വലുതാണ്, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളും എനിക്ക് വലുതാണ്. അവരെയും സംരക്ഷിക്കേണ്ട എന്റെ ചുമതലയാണ്. അപ്പൊ അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിലെന്നെ കുറ്റം കൊണ്ട് ഞാൻ കള്ളുപിടിക്കാമെന്ന് എന്ത് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമേ അല്ല. ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.